എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി. PR വിഷന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തുള്ള ഓം കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്ര ആചാര്യഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായ ഇടത്താണ്. ഈ സമാധി മണ്ഡപത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അടുത്ത് നേരെ കാണുന്നതാണ് ഗോപൻ സ്വാമിയുടെ വീട്. രോഗാവസ്ഥയിൽ വലയുന്ന സ്വാമിയുടെ ഭാര്യയെയും മരുമകളെയും ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഈ കാണുന്ന ക്ഷേത്രത്തിൽ, അതായത് ഗോപൻ സ്വാമിയുടെ വീടിനോട് ചേർന്നുള്ള ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം തന്നെയാണ് പതിവായി പൂജാകാര്യങ്ങൾ ഇവിടെ ചെയ്തു പോന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി തൻ്റെ അനാരോഗ്യം മൂലം ഇളയ മകൻ ആ ചുമതല കൂടി ഏറ്റെടുക്കുവാൻ നിർബന്ധിതനാകുകയായിരുന്നു. താൻ ഇന്ന ദിവസം സമാധിയാവും എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗോപൻ സ്വാമി പ്രവചിച്ചിരുന്നു. അതിനായി ക്ഷേത്ര മതിലിന് പുറത്ത് സമാധിത്തറയും അദ്ദേഹം ഒരുക്കിയിരുന്നു. അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് 2025 ജനുവരി 9 ഇദ്ദേഹം സമാധിയായതായി മക്കൾ അറിയിച്ചതും തുടർന്ന് വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടതും. ഈ ആധുനിക കാലത്ത്, അതായത് ശാസ്ത്രയുഗത്തിൽ, ഇത്തരം കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നതും ഒരു വ്യക്തിയുടെ തിരോധാനം മൂടിവയ്ക്കാൻ മതത്തിൻ്റെ മറവിൽ ഒരുപക്ഷെ സാധിച്ചേക്കും എന്ന തെറ്റായ ചിന്തയുമാകാം മക്കളെയും ഭാര്യയെയും കൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഗോപൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ തിരോധാനവും ഒപ്പം സമാധി കഥയും നെയ്യാറ്റിൻകരയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിപ്പോൾ ഒരു വിവാദമായി സംസ്ഥാനത്ത് മൊത്തം ആളി പടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആദ്യ ദിനങ്ങളിൽ ഗോപൻ സ്വാമിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം നിന്ന നാട്ടുകാർ ഇന്നിപ്പോൾ ഈ സമാധിക്കഥയിൽ സംശയമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കുടുംബം നൽകിയ പരാതികൾ കോടതി തള്ളിയ സ്ഥിതിക്ക് ഭരണകൂടം ഇതിൻ്റെ ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരും. തീർച്ച. സമാധിത്തറ പൊളിച്ച് പരിശോധിക്കാൻ ഭരണകൂടം തയ്യാറാകും. അതോടെ ഗോപൻ സ്വാമിയുടെ തിരോധാനത്തിന് ഉത്തരം കിട്ടും. സ്ത്രീകൾ പോലും ചൊവ്വയിൽ പ്രവേശിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ ശാസ്ത്ര യുഗത്തിൽ, ഈ AI കാലത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുവാൻ മാത്രം പോന്ന ഇത്തരം വേലത്തരങ്ങൾ ഇനിയും ഉണ്ടാവില്ല എന്ന് നമുക്ക് ആശിക്കാം. സമാധി അമ്പലമാണ്. ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചു? ഞാൻ എന്റെ ടാർപ്പയുടെ കേസാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇല്ല ചേട്ടാ, ശരിയല്ലല്ലോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു കാര്യം, ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കുകയാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുത്. ഞാനിപ്പോ പറഞ്ഞുതരാം. നിങ്ങളുടെ സമാധാനം ചേട്ടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിന് ഞങ്ങൾക്ക് ഇത് വീടായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു താങ്കളുടെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി? അല്ല, ക്ഷേത്രം അത് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്. നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഇത് ആലോചിച്ച കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പോൾ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചോ ഉണ്ടോ, എങ്ങനെ മരിച്ചതെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പോൾ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ?
എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവില്ല. അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പ് വരുത്തണം. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും ഭരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുകയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തിൽ എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം? ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല. കാരണം ഇതിൽ ഞാൻ പറഞ്ഞുതരാം, ഞാനും എൻ്റെ അനുജനും അമ്മയും സംസാരിച്ചതൊന്നും മീഡിയ ലൈവ് ഇട്ടിട്ടില്ല. ഫുള്ളായിട്ട് സംസാരിച്ചുള്ള സത്യാവസ്ഥ ലൈവ് ഇട്ടിട്ടില്ല. അതിന് വിഷമമുണ്ട്. മറുപടി പറയണം. താങ്കളുടെ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ? മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ, എൻ്റെ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. എൻ്റെ അച്ഛൻ മരിച്ചതല്ല. അപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ? ഇല്ല, വേണ്ട ചേട്ടാ. സർട്ടിഫിക്കറ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളുണ്ടല്ലോ, ഞാൻ ചോദിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ അറിയാത്ത കാര്യങ്ങൾ കോടതി വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും കോടതിയിലോട്ട് പോയതല്ലേ? ഇവിടുന്ന് കോടതിയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, കോടതിയുടെ ഉത്തരവിനെ ആരാ പറഞ്ഞു? ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നുണ്ടോ? കോടതി ഇപ്പോൾ ഒരു ഉത്തരവെടുക്കുകയാണ്. ആ കോടതിയുടെ ഉത്തരവിനെ, കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഉത്തരവിനെ അംഗീകരിക്കുമോ ഇല്ലയോ സനന്ദൻ? ലളിതമാണ് ചോദ്യം. ഞാനിനി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ ഫസ്റ്റില് RD വന്നായിരുന്നു. ആ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ തന്നെ നിയമ പോരാട്ടം തുടങ്ങി. ജില്ലാ ഭരണകൂടത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് നിങ്ങൾ കേരള ഹൈക്കോടതി എന്ന നീതിപീഠത്തെ ആദ്യം വന്നു. ആ നീതിപീഠം പറയുന്ന വാക്കുകളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? ആദ്യം വന്നു, അത് നടക്കാതെ പോയി, നിങ്ങളുമായി ചർച്ച നടത്തി. അതൊക്കെ പഴയ നീതിപീഠത്തിനെ നിങ്ങൾ കഴിഞ്ഞു പോയില്ലേ? കോടതിയുടെ കാര്യമാണ് പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു സംഘടനകളടുത്ത് അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട്. അവർ പൊളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പൊളിക്കാൻ സമ്മതിക്കും? ആലോചിച്ച് നോക്കട്ടെ. അല്ല, അതിനെക്കുറിച്ച് ഇല്ല, അവരുമായിട്ട് കോടതി വിധി എങ്ങനെ കാണുന്നു ചേട്ടാ? എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിനി പറഞ്ഞുതരാം. അന്ന് ആരുടെയും നമ്മുടെ കളക്ടറും അത് പൊളിക്കാനായിട്ട് വന്ന സമയത്ത് ഞങ്ങളതിനെ തടഞ്ഞല്ലോ. ഈ തടഞ്ഞതിൻ്റെ അന്ന് മുതൽ എൻ്റെ അമ്മ, എൻ്റെ അനിയൻ്റെ വൈഫ് ഇതുവരെയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. അവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഒന്ന് ആലോചിക്കുക, ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നടക്കുന്നത്? സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ശിവൻ്റെ അമ്പലം, അവിടെ സമാധിയായ എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനെ കുറ്റം പറയുന്നതിനുള്ള എൻ്റെ അമ്മയും കുടുംബത്തോട്, എൻ്റെ അമ്മ എല്ലാവരും മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാനിനി ഇത് എന്ത് പറയട്ടെന്ന് എനിക്കറിയില്ല. കോടതി വിധിയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? കോടതി വിധി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞു ഇത് പൊളിക്കുന്നതിലൊരു തടസ്സവുമില്ല, പൊളിക്കാം ജില്ലാ ഭരണകൂടത്തിന്. അത് നിങ്ങൾ പറയുന്നതല്ലേ കാര്യം. ഞങ്ങൾക്ക് അറിയണമല്ലോ. നമ്മുടെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവർ പറഞ്ഞില്ലല്ലോ ഞങ്ങളടുത്ത്. തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നത് ഇതിനൊരു സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സംശയം ദൂരീകരിക്കാനായിട്ട് ഇത് പുറത്തെടുക്കണം എന്നുള്ളതാണ് പരാതിയുടെ അടിസ്ഥാനം. അത് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇത് മാൻമിസിങ്ങിന് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടെത്തുന്നതിന് ഇത് തുറന്ന് പരിശോധിക്കണം, അതിൽ തെറ്റില്ല. അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സമെന്നാണ് കോടതി ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് സമാധി എന്ന് പറയുന്നത് കളങ്കപ്പെടുത്തുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പം നമ്മളെ ഇന്ത്യയിൽ എന്തെല്ലാം ഇതുണ്ട്, സ്കാൻ വെച്ച് ചെക്ക് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് ആളുണ്ടോ ഇല്ലേ എന്ന്. അത് നടക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. അത് സ്ലാബ് പൊളിക്കണം, അവിടെ ആളുണ്ടോ എന്ന് നോക്കണം, ആളെങ്ങനെയാണ് മരിച്ചതെന്ന് നോക്കണം, പോസ്റ്റ്മോർട്ടം നടത്തണം എന്നതൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നതാണോ സനന്ദൻ പറയുന്നത്? നിയമത്തിൻ്റെ വഴി പോകുന്നതിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും
ഇപ്പോൾ അവരുടെ ഇതിലാണ്. ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒരു ഡിസിഷൻ പറയട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം. അതല്ല, ഇപ്പോൾ ഈ കോടതിയുടെ വിധി എനിക്കിത് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്ന പോലെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്. കുടുംബം, അതായത് നിങ്ങളുടെ അച്ഛനാണ്, ഈ കോടതി വിധി സത്യസന്ധമായിട്ട് മാനിക്കുന്നവനാണ് ഞാനും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ഐക്യവേദിയോടും ഹിന്ദു ഐക്യവേദി പറയുന്നത് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഞാൻ അവരെന്നെ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല, ഞാൻ അവരെ വിളിച്ചിട്ടുമില്ല. അവരപ്പോൾ ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓക്കെ, ആ സംഘടനകൾ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും സ്ലാബ് പൊളിക്കുന്നത്? ഞാനിപ്പോൾ ഒന്നും പറയില്ല, അത് അപ്പോഴ് നമുക്ക് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ, അവരുടെ മറുപടി കേട്ടിട്ട് ഞാൻ പറയുന്ന കാര്യത്തിനോട് അങ്ങനെ പറ്റില്ല. അതുപോലെ നിങ്ങൾ പറയുന്ന ഒരു തരത്തിലും സ്ലാബ് പൊളിച്ച് പുറത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ അതങ്ങനെ പാടില്ല, അതങ്ങനെ പുറത്തേക്കെടുത്ത് പരിശോധിക്കുക തന്നെ ചെയ്യണമെന്നുള്ള കോടതി സ്റ്റാൻഡാണ്. അത് അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധിയെ വ്രണപ്പെടുത്തുക എന്നാണ് ചെയ്യണത്. ആദ്യം ഈ ക്ഷേത്രത്തിൽ ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ എന്താ പറയുക, ഇവിടെ നടന്ന സംഭവം ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്കും അന്വേഷിച്ചിട്ടില്ല. ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും അത് മാത്രമല്ല ഇതിപ്പം സംസ്കരിച്ചു. അത് തന്നെയാണ് കാരണം. ഇല്ല, ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിൻ്റെ അവർ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് തീരുമാനങ്ങളോട് ആലോചിച്ചിട്ട് ഒരു മിനിറ്റ്. 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, 2ാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ 1ാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, 2ാമത് ഒപ്പിട്ട ആൾ സനന്തം പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിൻ്റെ കോർണറിലേക്ക് സനന്തൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? സാറേ, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വിശ്വംഭരനെ പറ്റി പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വംഭരൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വംഭരൻ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞു തരാം, എനിക്ക് ഭയങ്കര ഇതായിരിക്കണം. ഞാനൊന്ന് ഹിന്ദു സംഘടനകളോടൊന്ന് ചോദിച്ചിട്ട് ഒറ്റ കാര്യമുണ്ട്. അവസാനമായിട്ട് ഇതിപ്പോൾ കോടതി പറഞ്ഞേക്കുന്നത് പൊളിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു തരത്തിലും ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇപ്പോൾ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ? ഞാനത് പറഞ്ഞല്ലോ, ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ. ഹിന്ദു സംഘടനകൾ നോക്കട്ടെ. കളങ്കപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഹിന്ദു ഐക്യവേദി വിഷയത്തിൽ ഇടപെട്ടത്. ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധി പൊളിക്കൂലല്ലോ. എന്തായാലും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ ചേട്ടാ. കോടതിയുടെ നിർദ്ദേശമുണ്ട്, അത് തടയുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് നടപടികൾ കൂടി നിങ്ങൾ തടയുന്ന ആളുകൾ ആരാണോ തടയുന്നത് അവർ നേരിടേണ്ടി വരും. സ്വാഭാവികമായി ഇത് പൊളിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ചേട്ടാ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും അറിയില്ല.